رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബാബ് മുഖാലത്തത്തിൽ ജുനുബി ഒമാ യുബാഹുൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വലിയ ശുദ്ധിയുള്ള ആളുകളോട് സഹവസിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് ആ അവസ്ഥയിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഖിയനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടുമുട്ടി. വാന ജുനുബുൻ, ഞാൻ ആ സമയത്ത് വലിയ ശുദ്ധിയുള്ള ആളായിരുന്നു. ഫഅഖദ ബിയദി, അപ്പോൾ നബി എൻ്റെ കയ്യിൽ പിടിച്ചു. വഴിക്ക് വെച്ച് കണ്ടപ്പോൾ നബി എൻ്റെ കയ്യിൽ ചാടി പിടിച്ചു. എനിക്കാണെങ്കിൽ കുളി നിർബന്ധമായ അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. ഫമശൈത്തുമാഹു, നബിയുടെ കൂടെ ഞാനിങ്ങനെ നടന്നുപോയി. നബി എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുപോയി. ഹത്താ കഅദ, കുറച്ച് കഴിഞ്ഞപ്പോൾ നബി അവിടെ ഇരുന്നു. ഫൻസലൽതു, അപ്പോൾ ഞാൻ നബിയിൽ നിന്നും ഇങ്ങനെ ഊരിപ്പോയി. നബി ഇരുന്ന തക്കം നോക്കി ഞാൻ നബിയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു. അതുവരെ എനിക്ക് ഓടാൻ കഴിഞ്ഞില്ല, മാറാൻ കഴിഞ്ഞില്ല. കാരണം നബി എൻ്റെ കൈ പിടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫൻസലത്തു, നബിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഊരി മാറി രക്ഷപ്പെട്ടു. അങ്ങനെ പാത്തയത്തു റഹല, വീട്ടിൽ ചെന്നു. പുറത്ത സ്ഥലത്ത് കുളിച്ചു. സുമ്മ ജീവിത്തു, പിന്നെ വന്നു. ബഹുവ കാഴ്ച, അപ്പോൾ നബിയോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എന്തിനാ നബിയിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയത്? കുളിക്കാൻ വേണ്ടി പോയതാ. വീട്ടിൽ പോയി കുളിച്ചു വരുമ്പോൾ നബി അവിടെ ഉണ്ട്. കാല, അപ്പം നബി ചോദിച്ചു, അതിനെക്കുന്തയാ അബൂ ഹുറൈറ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? കുളിത്തു, ഞാൻ പറഞ്ഞു. അപ്പോൾ കുളിത്തു, നബിയുടെ കാര്യം പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ കാല, അപ്പം നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ആ സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം എന്താണ്? ഒരത്ഭുതം എന്നാണ് അവിടുത്തെ ശ്രദ്ധിക്കുന്നത്. ആശ്ചര്യം സൂചിപ്പിക്കാനാണ് അവിടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ചെയ്ത കാര്യം അതൊരു വേണ്ടാതിരുന്നു, അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര വേണ്ടിയിരുന്നില്ല എന്ന് പറയാനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. എന്താ ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബിയിൽ നിന്ന് ഊരിപ്പോകാൻ കാരണം? നബി തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയത്, അങ്ങനെയുള്ളൊരവസ്ഥയിൽ എന്ത് ചെയ്യരുത്, കൈ പിടിക്കരുത്, ശരീരത്ത് തുടരുത് എന്നാണ് മനസ്സിലാക്കിയത്. അതിനെ നബി തിരുത്തുകയാണ്. അതൊന്നും ആവശ്യമില്ല. പുള്ളി നിർബന്ധമായ അവസ്ഥയിൽ ഒരാളുടെ കയ്യിൽ പിടിക്കുന്നുണ്ടോ, ഇനി എൻ്റെ തന്നെ കയ്യിൽ പിടിക്കുന്നുണ്ടോ എന്നതിൻ്റെ കുഴപ്പം ഇല്ല. അതാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലാ യൻജുസു, മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും നജിസാവൂല. അവന് വലിയ ശുദ്ധി ഉണ്ടായാൽ പോലും അവൻ നജിസാകൂല. നജിസാണെങ്കിലല്ലേ അവനെ തൊടലും പിടിക്കലും മോശം നിഷിദ്ധമാകണത്. മുഅ്മിനായ മനുഷ്യൻ ഒരവസ്ഥയിലും അവൻ നജിസാവുകയേ ഇല്ല. ജീവിച്ചാലും നജിസല്ല, മരിച്ചാലും നജിസല്ല. അതുകൊണ്ടാണ് നമ്മൾ പള്ളിക്കകത്ത് വെച്ച് നിസ്കരിക്കുക. നജിസാണെങ്കിൽ പള്ളിക്കകത്ത് ഏറ്റില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും നജിസാകുന്ന പ്രശ്നമേ ഇല്ല. അവൻ്റെ ശരീരത്തിന് നജിസ് പറ്റിയാൽ ആ ഭാഗം നജിസെന്നല്ലാതെ ആ ശരീരം എന്ന് പറയുന്നത് ഒരവസ്ഥയിലും അത് നജിസാവൂല. അത് വലിയ ശുദ്ധി കൊണ്ടൊരു മനുഷ്യൻ എന്താവൂല, നജിസാവൂല. അതാണ് അതിലൂടെ വിശ്വാസം പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, മുഅ്മിനായ മനുഷ്യൻ നജിസാവൂല എന്ന് പറഞ്ഞാൽ കാഫിറായ മനുഷ്യൻ നജിസാവൂ? കാഫിറ് നജിസാവൂ? കാഫിറും നജിസാവൂല. അപ്പൊ ഖുർആനിൽ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, നിശ്ചയമായ മുശ്രിക്കുകൾ നജിസാണ്. അങ്ങനെ ഖുർആനിലുണ്ട്. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, നിശ്ചയമായ മുശ്രിക്കുകൾ നജിസാണ്. അതുകൊണ്ട് ഫലാ യഖ്റുബുൽ മസ്ജിദൽ ഹറാമ, അവർ മസ്ജിദുൽ ഹറാമിനോട് അടുക്കരുത്. ബഅദ ആമിഹിം ഹാദാ, ഈ വർഷത്തിന് ശേഷം. ഇത് മക്കം ഇസ്ലാമിന് കീഴിൽ വന്നു കഴിഞ്ഞപ്പോൾ, മക്കം ഫത്ഹ് ഉണ്ടായി, മക്ക ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണിത്. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു മക്കയിൽ, ഇനി മുതൽ ഇത്രയും നാൾ നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ വരും, കഅബ തവാഫ് ചെയ്യും, ഒക്കെ ചെയ്യും. അന്ന് നിങ്ങളുടേതായിരുന്നു ഈ നാട്. ഇന്ന് മുസ്ലിമീങ്ങൾ ഈ നാടിനെ പിടിച്ചെടുക്കിയിരിക്കും. ഇത് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ചിരിക്കുകയാണ് ഈ നാട്. മക്ക ഫത്ഹായി. ഇനി മുതൽ ഒരു മുശ്രിക്കും എന്ത് ചെയ്യരുത്, മസ്ജിദുൽ ഹറാമിനോട് അടുത്ത് വരരുത്.
കാരണം അവന് നജിസാണ് എന്ന ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട് മുശ്രിക്കുകൾ നജിസാണ്. സത്യത്തിൽ മുശ്രിക്കോ കാഫിറോ ഒന്നും നജിസല്ല. ഇവിടെ ഖുർആൻ മുശ്രിക്ക് നജിസാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ വിശ്വാസം നജിസാണെന്നാണ്. അവന്റെ ശരീരം നജിസാണെന്നല്ല, അവന്റെ വിശ്വാസം മലിനമാണ്. കാരണം ശിർക്കാണ്, കുഫ്റാണ്. ഈമാൻ അല്ലാത്ത വിശ്വാസങ്ങളൊക്കെ എന്താണ്? നജിസാണ്, മാലിന്യമാണ്. അവന്റെ ശരീരം നജിസാണെന്നല്ല. അവന്റെ മുശ്രിക്കിന്റെ ശരീരം എന്തല്ല? നജിസല്ല. മോമിനിന്റെ ശരീരവും നജിസല്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അന്ന അയ്യാനഹു നജസ, മുശ്രിക്കീങ്ങളുടെ ശരീരം നജിസാണ്, കൽ ഖിൻസീരി, പന്നിയെ പോലെ എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അഭിപ്രായമാണ്. ഹസൻ റഹിമഹുള്ളയുടെ അഭിപ്രായമാണ്, മൻ സാഫഹും ഫലയതവല്ല, മുശ്രിക്കീങ്ങളുടെ കൈപിടിച്ചവൻ ഉദു എടുക്കട്ടെ. മുശ്രിക്കിന്റെ കൈപിടിച്ചവൻ ഉദു എടുക്കട്ടെ. അത് ഹസൻ റഹിമഹുള്ളയുടെ ഒരു അഭിപ്രായമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് പന്നിയെ പോലെ അവര് നജിസാണ് എന്ന് പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നജിസാണ് എന്ന് ധരിപ്പിക്കാനല്ല, അവരുമായി അകലം പാലിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്ത് പറയുമ്പോൾ മുബാലകത്തിനെ എന്ന് അറബി പറയും, കുറച്ച് കടത്തി പറയാൻ പറയില്ലേ, അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് കടത്തി പറയുക, സൂക്ഷിക്കാൻ വേണ്ടി. അതിനാണ് മുബാലകത്ത് എന്ന് അറബി പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം അതിനെ ആ ഒരു രീതിയിൽ എടുക്കണം എന്നല്ല. അവര് പന്നിയെപ്പോൾ നജിസാന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥത്തിൽ എടുക്കണം എന്നല്ല. അതിൽ തൊട്ട ഒതുകൊടുക്കുമെന്ന് പറഞ്ഞാൽ തൊട്ട ഒതുകൊടുക്കണമെന്നും അല്ല. അത് കുറച്ച് അകലം പാലിക്കലും നല്ലതാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചല്ലോ, ഈ ഒതു അമുസ്ലിം സ്ത്രീകളെ തൊട്ട ഒതു കൊടുക്കുന്നവരെ ചോദിച്ചിരുന്നു. അമുസ്ലിം സ്ത്രീകളെ തൊട്ടാൽ ഒതു മുറിയണമെന്ന്. മയ്യത്ത് വീട്ടിലൊക്കെ ഉണ്ടാവും, മരിച്ച വീട്ടിലൊക്കെ അമുസ്ലിം സ്ത്രീകൾ കാണാൻ വരും. നമ്മൾ പെണ്ണുങ്ങൾ ഒതു കൊടുത്ത് നിൽക്കുമ്പോഴായിരിക്കും അവരറിയാതെ അറിഞ്ഞൊക്കെ കയ്യെ തൊടോ പിടിക്കുകയൊക്കെ ചെയ്താൽ അതുകൊണ്ട് ഒതു മുറിയില്ല. അമുസ്ലിമുകളെ തൊട്ടാൽ ഒതു മുറിയില്ല. ഒതു മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു 4 അതുകൊണ്ടേ ഒതു മുറിയുള്ളൂ. അമുസ്ലിമിനെ തൊട്ടുകൊണ്ട് ഒതു മുറിയില്ല. പിന്നെ അമുസ്ലിമീങ്ങളുടെ പാത്രങ്ങളും അവരുടെ വസ്ത്രങ്ങളും ഉപയോഗിക്കൽ കറാഹത്താണ് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. അതിന് കാരണം നജിസ് സൂക്ഷിക്കാത്തവരാണ് അവരെന്നത് കൊണ്ടാണ്. നമ്മുടെ മതത്തിൽ നജിസായ പലതും അവർക്ക് നജിസല്ല, അതുകൊണ്ട് അതവർ സൂക്ഷിച്ചോളുന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ പാത്രം ഉപയോഗിക്കുമ്പോൾ, അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അത് നജിസായിരിക്കാം, മലിനമായിരിക്കാം. കാരണം അവർക്ക് നജിസില്ലല്ലോ. അപ്പോൾ ആ വസ്ത്രം നമ്മൾ ഉപയോഗിക്കുകയോ പാത്രം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ വരാവുന്നതുകൊണ്ടാണത് പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ പ്രശ്നങ്ങളുമില്ല. അതൊന്നും ഒരു വർഗീയതയോ വിഭാഗീയതയൊന്നുമല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഗോമൂത്രം അവർക്കെന്താണ്? വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ഗോമൂത്രം. നമുക്കത് നജിസാണ്. അപ്പോൾ അവരത് വളരെ ഔഷധ ഗുണമുള്ള നിലയ്ക്ക് അവരത് ഉപയോഗിക്കും. നമ്മൾ അവരുടെ പാത്രമോ വസ്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് മലിനം ഉണ്ടെങ്കിൽ, നജിസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റൂല. അതാണ് പ്രശ്നം. അല്ലാതെ ഒരു വർഗീയതയുടെ വിഷയമല്ലത്. ഇപ്പൊ ചാണകം അവർക്കത് ഔഷധമാണ്, നമുക്ക് നജിസാണ് അല്ലേ? കൊറോണ വന്നപ്പോൾ ഗോമൂത്രം കുടിച്ചാൽ കൊറോണ സുഖപ്പെടും എന്നവർ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഗുജറാത്തിലൊരു ജഡ്ജിയാണ് പറഞ്ഞത് ഗോമൂത്രത്തിൽ ഒരുപാട് ആരോഗ്യദായകമായ അംശങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഗുജറാത്തിലൊരു ജഡ്ജിയാണ് പറഞ്ഞത്. പഴയ കാലത്തെല്ലാം വീടുകൾക്കകം ചാണകം കൊണ്ട് മെഴുകുമായിരുന്നു. ഉറക്കണ്ടോ? പഴയ നമ്മുടെ ആൾക്കാരും മെഴുകും. പനമ്പ് എന്ന് പറഞ്ഞറിയില്ലേ? പനമ്പ്, കൊട്ട, ഇതൊക്കെ എന്തുകൊണ്ട് മെഴുകും? ചാണകം കൊണ്ട് നമ്മുടെ ആൾക്കാരും എല്ലാവരും മെഴുകുമായിരുന്നു. അപ്പൊ അത് സംഭവം അന്നും നജിസാണ്, ഇന്നും നജിസാണ്. നമുക്കെന്നും നജിസ് തന്നെയാണ്. പക്ഷെ അന്ന് ചെരുപ്പ് ഉപയോഗിക്കാറുമില്ല. വീടിനകത്ത് ചെരുപ്പേ ഇല്ലല്ലോ. ചെരുപ്പുള്ള ആൾക്കാർ വളരെ കുറവല്ലേ. പക്ഷെ അന്ന് നിസ്കാരവും ഇല്ല അല്ലേ? ആ പരിപാടി ഇല്ല. അപ്പൊ ഉണ്ടെന്ന് കുഴപ്പമില്ലായിരുന്നു. അന്ന് വെള്ളിയാഴ്ച വലിയ കാരണന്മാരൊക്കെ പള്ളിയിൽ പോയാലായി. ഇത്രയല്ലേ ഉള്ളൂ. അന്ന് പള്ളിയിൽ പോകാത്തതിന് വെള്ളിയാഴ്ച പോലാത്തവർക്ക് ഫൈൻ ഇടുന്ന പള്ളി ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ട്. വെള്ളിയാഴ്ച ചെന്നൽ ഈ ഫൈൻ ഇടും. 40 ആൾ കഴിഞ്ഞാൽ ജുമാ നടക്കുള്ളൂ. അതുകൊണ്ട് 40 ആൾ കൂടാൻ വേണ്ടി വെള്ളിയാഴ്ച വരാത്തവർക്ക് ഫൈൻ ഇടുമായിരുന്നു ചില പള്ളികളിലൊക്കെ. അപ്പം അന്ന് നിസ്കാരമില്ല. ഇന്നിപ്പോൾ നിസ്കാരം കൂടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചാണകം ഒഴിവായി. പനമ്പയില്ല. പനമ്പുണ്ടാവണമെങ്കിൽ കൃഷി വേണ്ടേ? പനമ്പും കൊട്ടയുണ്ടാവണമെങ്കിൽ ആ പരിപാടി നമുക്കില്ല. അതുകൊണ്ട് വിഷയമില്ല.
ഇപ്പോൾ യു പിയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു IWRE എന്ന് പറഞ്ഞാൽ ഒരു വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, യോഗി സർക്കാരിൻ്റെ കീഴിലുള്ള. അവിടെ ഗോമൂത്രം പരിശോധിച്ചു. സർക്കാരിന് കീഴിലുള്ള റിസർച്ച് സെന്ററിൽ വെച്ച് ഗോമൂത്രം പരിശോധിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപകടകരമായ 14ഓളം ബാക്ടീരിയകൾ ഗോമൂത്രത്തിലുണ്ടെന്നാണ്. മനുഷ്യ ശരീരത്തിന് അപകടകരമായ 14 ബാക്ടീരിയകൾ ഗോമൂത്രത്തിലുണ്ടെന്നാണ്. യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അവരുടെ സർക്കാരിൻ്റെ കീഴിലുള്ള വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോഴും ബോട്ടിലിൽ വെച്ച് ഗോമൂത്രം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ഉൾപ്പെടെയുള്ള 7 രോഗങ്ങൾക്ക് ഗോമൂത്രം ശമനമാണെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം ഇത്രമാത്രം മഹത്തമായൊരു സാധനമാണ് അവർക്ക് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായാൽ കഴുകിക്കളയേണ്ട നജിസുമാണ്. മാംസം ഭക്ഷിക്കപ്പെടുന്ന ജീവിയുടെ മൂത്രം ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും നജിസാണ്. മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും നജിസല്ല. മനസ്സിലായോ? മാംസം ഭക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളുടെ മൂത്രം 2 മദ്ഹബിൽ നജിസാണ്, 2 മദ്ഹബിൽ നജിസല്ല. പറ്റില്ല. മാംസം ഭക്ഷിക്കപ്പെടുന്ന പോത്ത്, പശു, ആട്, ഇതിൻ്റെയൊക്കെ മൂത്രം മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും എന്തല്ല? നജിസല്ല. നജിസല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുടിക്കാന്നല്ല. നജിസല്ലാത്ത എല്ലാം കുടിക്കാൻ പാടില്ലല്ലോ. നജിസല്ല എന്ന് പറഞ്ഞാൽ കുടിക്കാന്നല്ല അതിനർത്ഥം. അത് നജിസല്ല. കാരണം വിശ്വാസികളുടെ ഒരിക്കൽ ഉറനീ ഗോത്രക്കാർ, ഉറനീയങ്ങൾ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ വന്നു മദീനയിൽ. അവരുടെ രോഗത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ വിശ്വാസം പറഞ്ഞത് അവരോട് ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അവർ മൂത്രം കുടിച്ചു, അവരുടെ രോഗം സുഖപ്പെടുകയും ചെയ്തു. ആ ഹദീസാണ് ഒട്ടകം മാംസം ഭക്ഷിക്കപ്പെടുന്ന ജീവിയാണ്. ഒട്ടകം പോലെ തന്നെ മാംസം ഭക്ഷിക്കപ്പെടുന്ന ഒരു ജീവിയുടെയും മൂത്രം എന്തല്ല? നജിസല്ല എന്ന് പറയും. അപ്പം നമ്മുടെ മദ്ഹബിൽ തന്നെ ഗോമൂത്രം നജിസല്ലാത്ത മദ്ഹബും നമ്മുടെ മതത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിന് കുടിക്കാമല്ല അതിനർത്ഥം. നജിസല്ലാത്ത എല്ലാം കുടിക്കാൻ പാടില്ലല്ലോ, തിന്നാനും പാടില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ മൂത്രം ആർക്കും അഭിപ്രായവ്യത്യാസമില്ലാതെ നജിസാന്ന് വിഷയത്തിൽ. നജിസിൻ്റെ മൂത്രം എന്താണ്? നജിസ. അത് കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ മുമ്പൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, മൊറാർജി ദേശായി. മൊറാർജി ദേശായി, ഗുജറാത്തിനൊക്കെ എനിക്കറിയാം. മൊറാർജി ദേശായി എൻ്റെ ആളാണ്, കുടിക്കും. ഇപ്പോൾ കേരളത്തിൽ ആലുവ YMCA വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗം നടന്നു. അഖില അന്താരാഷ്ട്ര മൂത്ര കുടിക്കുന്ന ആൾക്കാരുടെ ഒരു സമ്മേളനം നടന്നു. 25,000 ആളുകളാണ് അതിനകത്ത് പങ്കെടുത്തതെന്നവരുടെ. മൂത്രം കുടിക്കുന്ന ആൾക്കാർ സ്വന്തം മൂത്രം കുടിക്കുക, ചൂടൻ മൂത്രം കുടിക്കുക. ശമനം ഉണ്ടെന്നാണ്, രോഗശമനം കൊണ്ട് ആരോഗ്യദായകമാണെന്ന് വിശ്വസിക്കുന്നത്. ഈ ആലുവ YMCA മീറ്റിംഗ് നടന്നാരേ പറഞ്ഞത്, മനസ്സിലായില്ലേ? സ്വന്തം മൂത്രം ചൂടോട് കുടിച്ചു കഴിഞ്ഞാൽ ഷെഫിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഉസ്താദാണ് നമ്മുടെ മൊറാർജി ദേശായി എന്ന് പറയുന്നത്. അത് കുടിക്കാൻ തന്നെയല്ല അവർ പറയുന്നത്. അതുകൊണ്ട് നസ്യം ചെയ്താൽ ശ്വാസോച്ഛ്വാസം ശരിയാവും. കണ്ണിൽ അത് ഇറ്റിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അസുഖങ്ങൾ സുഖപ്പെടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ജനാപത്തുണ്ടായതുകൊണ്ട് ഒരു മനുഷ്യൻ ആരാവില്ല? നജിസാവില്ല. മുഅ്മിനും കാഫിറും എന്തല്ല? നജിസല്ല. വിശ്വാസമാണ് നജിസ്. മുശ്രിക്കിൻ്റെ വിശ്വാസമാണ് നജിസുള്ളത്. പിന്നെ അമുസ്ലിമീങ്ങളുടെ പാത്രങ്ങളും വസ്ത്രങ്ങളും നജിസ് സൂക്ഷിക്കാത്ത ആളുകളാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കൽ ശരിയല്ല. അതേ പറഞ്ഞതാണ്, കറാഹത്താണ്. നജിസുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാടില്ല. ഉറപ്പില്ല, പക്ഷേ നജിസ് സൂക്ഷിക്കാത്ത ആളുകളാണെങ്കിൽ പാടില്ല. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ ഹോട്ടലിൽ ആദ്യം തന്നെ ഹോട്ടലിൽ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അതിൻ്റെ ഇതും തളിക്കുന്ന പറയണം, ഗോമൂത്രം തളിക്കുമെന്ന് പറയുന്നുണ്ട് ചില ഹോട്ടലുകളിൽ. വിശ്വാസികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം കയറി ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും? ആ വറക്കത്ത് കിട്ടും. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ ബാർബർമാരുമായി ബന്ധപ്പെട്ട് സമുദായത്തിലൊരു വിശ്വാസമുണ്ട് അല്ലേ? ഒസാമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫാമിലി അവരുടെ ഭക്ഷണം കഴിക്കാൻ പോകില്ല, അവരുടെ കല്യാണത്തിന് പോകില്ല. അങ്ങനെ ഞാൻ പറയാനാണ് വന്നത്. അത് കറാഹത്താന്നാ പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഭക്ഷണത്തിന് കല്യാണത്തിന് അവർ മാത്രമേ കൂടുള്ളൂ, അവരുടെ മക്കൾ അവർ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സത്യത്തിൽ അത്
ഹജ്ജാമിൻ്റെ ഭക്ഷണം ഇതാണ് കറാഹത്ത്. ഹജ്ജാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജിസുമായി ബന്ധപ്പെടുന്ന ഈ കൊമ്പൊപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇന്നെന്താ പറയുക, ഹിജാമ എന്ന് പറയുന്നത്, രക്തം വലിച്ചെടുക്കുന്ന പരിപാടി ഹിജാമ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ചെറിയ പൊട്ടുണ്ടാക്കിയിട്ട് ഒരു കുഴൽ വെച്ചിട്ട് രക്തം വലിച്ചെടുക്കും. അപ്പോൾ അവരുടെ ശരീരത്തും വായിലൊക്കെ നജിസാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഹജ്ജാം എന്ന് പറയുന്നത്. മുടി വെട്ടുന്ന ആൾക്കാരല്ല. മുടി വെട്ടുന്ന ആൾക്കാരുടെ ശരീരത്തൊരിക്കലും നജിസാവൂല. നജിസാവൂല. അപ്പോൾ അവരുടെ ഈ കറാഹത്താന്ന് പറയാൻ തന്നെ കാരണം അവർ നജിസ് സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കറാഹത്താകുന്ന ആരുടെ ഭക്ഷണം എന്നറിയോ? സർജറി ചെയ്യുന്ന ഡോക്ടർമാരുടെ ഭക്ഷണമാണ്, നഴ്സുമാരുടെയും ലാബറട്ടറിയിലെ നഴ്സുമാരുടെയും ഭക്ഷണമാണ്. കാരണം അവരാണ് നജിസുമായി ബന്ധപ്പെടുന്നത്. ഇന്ന് ബാർബർമാർ വളരെ AC ഷോപ്പിലിരുന്നിട്ട് വൃത്തിയായിട്ട് മുടി വെട്ടിക്കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് വരില്ല. ഒരു കുഴപ്പമില്ല. മുടി വെട്ടിയെ കുളിക്കാമെന്നൊന്നും സംബന്ധമുള്ള കാര്യമൊന്നുമില്ല. അതുണ്ട്, ജനാബത്തായിരിക്കുമ്പോൾ മുടി വെട്ടരുതെന്ന. കാരണം ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഈ ജനാബത്തുണ്ട്. അപ്പോൾ നമ്മളാ മുടി വെട്ടിക്കളഞ്ഞാൽ അത്രയും ഭാഗത്തിന് ജനാബത്ത് ഉയരാതെ പോകും. ആ മുടിയൊക്കെ നാളെ ഉണ്ടാവില്ല, നമ്മുടെ കൂടെ മസ്വറയിൽ വരിക. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഒന്നിരിക്കൽ കുളിച്ചിട്ട് മുടി വെട്ടുക, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് തല കഴുകുക. തലമുടി വെട്ടണമെങ്കിൽ തല കഴുകിയിട്ട് മുടി വെട്ടുക, എന്നിട്ട് ബാക്കി കഴുകിയാലും കുഴപ്പമില്ല. ഇപ്പം മീശയൊക്കെ താടിയൊക്കെ വെട്ടാനാണെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ട് അവിടെയും കഴുകുക. അപ്പോൾ അത്രയും ഭാഗത്ത് അശുദ്ധി ഉയർന്നു, എന്നിട്ട് വെട്ടിയിട്ട് ബാക്കി കുളിച്ചാൽ മതി, കുഴപ്പമില്ല. നഖം വെട്ടണം, ജനാബത്തുകാരൻ നഖം വെട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ കുളിച്ചിട്ട് നഖം വെട്ടുക, അല്ലെങ്കിൽ നഖം വെട്ടുന്നതിന് മുമ്പ് വലിയ ശുദ്ധിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈ കഴുകുക. കൈ കഴുകുമ്പോൾ കൈയുടെ ജനാബത്ത് ഉയർന്നു. പിന്നെ എന്ത് ചെയ്യുക? നഖം വെട്ടിയിട്ട് പിന്നെ കുളിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ ശുദ്ധിക്കാരനുമായുള്ള സഹവാസം എന്തല്ല, തെറ്റല്ല, തെറ്റ് അല്ല. ഇനി മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അന്നഹു തുസീബുൽ ജനാബത്തു മിനൽ ലൈലി. എൻ്റെ വാപ്പ ഉമർ ഒരിക്കൽ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് രാത്രിയിൽ വലിയ ശുദ്ധി ഉണ്ടാകാറുണ്ട്, അപ്പം തന്നെ കുളിക്കണമെന്നാണ് സംശയം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ല, ഒളു എടുക്കുക, അപ്പം തന്നെ പോയി ഒളു എടുക്കുക. വഴസിൽ ദക്കറക്ക, ആ ഭാഗം നീ കഴുകിക്കളയുകയും ചെയ്യുക. സുമ്മനം, എന്നിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം തന്നെ കുളിക്കണം എന്നില്ല. നിനക്ക് ഉറങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒളു എടുത്തിട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. വലിയ ശുദ്ധിക്കാരൻ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, കുളിക്കുന്നതിന് ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒളു എടുക്കൽ എന്താണ്? സുന്നത്താണ്. എന്തിനാ ഒളു എടുക്കണത്? ഒളു എടുത്താൽ വലിയ ശുദ്ധി ഉയരുമോ? വലിയ ശുദ്ധി ഉയരുന്നില്ല. പക്ഷെ 3 നേട്ടം അതിനകത്തുണ്ട്. ഒന്ന്, അശുദ്ധിയെ ലഘൂകരിക്കുക. വലിയ ശുദ്ധിയുള്ള ഒരാൾക്ക് ഒളുവില്ല, കുളി നിർബന്ധമാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? ഒളു എടുത്താൽ എന്ത് ചെയ്തു? കുറച്ച് കിട്ടിയില്ല, കുറച്ച് ശുദ്ധി കിട്ടി, ചെറിയ ശുദ്ധി കിട്ടി. നീ എന്ത് ചെയ്താൽ വലിയ ശുദ്ധി കൂടി നിൽക്കാൻ പോലെ. അപ്പോൾ ചെറിയൊരു അശുദ്ധിയെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം കൂടുതൽ വൃത്തി ഉണ്ടാകുക. ഒളു എടുക്കുമ്പോൾ അത്രയും ഭാഗത്ത് വൃത്തി ഉണ്ടാകുക. മൂന്നാമത്തെ കാര്യം ഇബാദത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ഉഷാറുണ്ടാകുക. വലിയ ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സുബഹിക്ക് എണീക്കാൻ കഴിയില്ല, ക്ഷീണം കൂടും. ഒളു എടുത്തിട്ട് കിടന്നാൽ സാധാരണ എണീക്കുന്ന ടൈമിൽ എണീക്കാൻ കൊണ്ടുവരാൻ പറ്റും. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ, ഒളുവിൻ്റെ അവയവം വെള്ളം നനഞ്ഞാൽ. അതാണ് ഈ 3 ലക്ഷ്യങ്ങളാണ് ഒളു എടുക്കുന്നതിൽ ഉള്ളത്. അതിലുപരി ഒളുവോടുകൂടി കിടന്നുറങ്ങുന്ന ആളുകളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് വരും. ഒളുവോടുകൂടി ഒരാൾ കിടന്നുറങ്ങിയാൽ അവൻ്റെ റൂഹ് അർശിൻ്റെ താഴെ സുജൂദിലായിരിക്കും. റൂഹ് പിടിക്കപ്പെട്ടാൽ ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം, മലക്കുകളുടെ സംഘം അവിടെ ഹാജരാവുകയും ചെയ്യും. ഇതിനൊക്കെ വേണ്ടി അപ്പം കുളിക്കുന്നില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? തൽക്കാലം ഒളു എടുത്തിട്ട് കിടക്കില്ല എന്ന് ഉമറിനോട് വിശ്വാസം പറഞ്ഞു എന്നാണ്. ആയിഷത്ത് റളിയല്ലാഹു അൻഹാ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ കാന ജുനുബൻ ഫഅറാദ യഅകുല ഔ യനാമ തവല്ലഅ വുദൂഅഹു ലിസ്സലാത്തി. നബി തങ്ങൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ നിസ്കാരത്തിന് ഒളു എടുക്കുമ്പോൾ ഒളു എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത്ര പുതിയ കാര്യം മനസ്സിലായി. എന്ത്? ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒളു എടുക്കൽ സുന്നത്താണ്, ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാലും ഒളു എടുക്കൽ സുന്നത്താണ്. ഒളു എടുത്തിട്ട് ഭക്ഷണം കഴിക്കുക.
പിന്നെ ആയിഷത്ത് റളിയല്ലാഹു അൻഹ കാലത്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ദിക്ർ ചെല്ലാറുണ്ടായിരുന്നു. അലാ കുല്ലി അഹ്യാനിഹി, നബിയുടെ എല്ലാ അവസ്ഥയിലും. എപ്പോഴും നബി ദിക്ർ, എല്ലാ അവസ്ഥയിലും എന്ന് പറഞ്ഞാൽ നബിക്ക് വലിയ ശുദ്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നബി എന്ത് ചെയ്യാറുണ്ട്? ദിക്ർ ചെല്ലാറുണ്ട്. അപ്പോൾ വലിയ ശുദ്ധിക്കാരൻ ദിക്ർ ചൊല്ലുന്നുണ്ട്, കുഴപ്പമില്ല. വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആണിനാകട്ടെ പെണ്ണിനാകട്ടെ, അത് ഹൈളോ ജനാബത്തോ എന്തോ ആകട്ടെ, അവർക്ക് ദിക്ർ ചെല്ലുന്നതിന് കുഴപ്പം ഇല്ല എന്ന് മനസ്സിലായി. ഏത് ദിക്റും ചെല്ലാം. എന്തോന്നാൻ പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല. നിംസുവാസനിൽ ഏത് സമയത്തും ദിക്റല്ലായിരുന്നു. അപ്പോ ഖുർആനിൽ പറഞ്ഞ ചില ദിക്റുകൾ, ഇപ്പൊ ബിസ്മി, അത് ഖുർആനാണോ? ആണല്ലോ. ഖുർആനിൽ ബിസ്മി ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കാൻ നേരത്ത് വലിയ ശുദ്ധിക്കാരന് ബിസ്മി എല്ലാം പാടുണ്ടോ? ചെല്ല, അത് ചെല്ല. കാരണം എന്താ? ഇത് ദിക്റാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി അല്ലത് ഖുർആനായിട്ട് ഓതുന്നതല്ല. എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു ദിക്ർ എന്ന നിലയ്ക്കാണ് ബിസ്മി എല്ലുന്നത്. അതുകൊണ്ട് ബിസ്മി അല്ല. ഏത് സമയത്തും ബിസ്മി എല്ലുന്നുണ്ട്, കുഴപ്പം ഇല്ല. വാഹനത്തിൽ കയറുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചെയ്യും, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അതെവിടെയുണ്ട്? ഖുർആനിലുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ചെല്ലുന്നത് ഖുർആൻ ഓതലല്ല. എന്താണ്? വാഹനത്തിൽ ചെല്ലിയുള്ള പ്രാർത്ഥനയാണ്. അതെന്ത് ചെയ്യാം? ഇങ്ങനെ ഓരോ സമയത്തും ചെയ്യേണ്ട പ്രാർത്ഥനകൾ അത് ഖുർആനിൽ വന്നതാണെങ്കിൽ പോലും ദിക്ർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല. ഒരു ഖുർആൻ എന്ന അടിസ്ഥാനത്തിൽ ഓതലാണെന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇഅ്തസല ബഅദു അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജഫ്നത്തി. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഏതോ ഒരു ഭാര്യ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുളിക്കുകയാണ്, ഒരു തളികയിൽ വെള്ളം വെച്ച്. ഫഅറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഹു അൻഹു. ആ ഭാര്യ കുളിച്ച വെള്ളത്തിൽ നിന്ന് wudu എടുക്കാൻ വേണ്ടി നബി ഉദ്ദേശിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഭാര്യ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു ജുനുബ, നബിയെ ഞാൻ ജനാബത്തുകാരിയായിരുന്നു, ഞാൻ കുളിച്ച വെള്ളമാണത് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അങ്ങ് അതിൻ്റെ അകത്ത് wudu എടുക്കരുത് എന്ന്. അപ്പം വിശ്വാസം പറഞ്ഞു, ഇന്നൽ മാഅല യജ്നുബു, ജനാബത്ത് പാത്രത്തിനുണ്ടാവുമല്ലോ, അപ്പൊ നിനക്കല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? wudu എടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ ജനാബത്തുകാരി കുളിച്ച വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ജനാബത്തുകാരൻ കുളിച്ച വെള്ളത്തിൽ നിന്ന് wudu എടുക്കുന്നതിന് കുഴപ്പം ഇല്ല. പക്ഷേ ഈ കുളിച്ച വെള്ളം അതിലേക്ക് തെറിക്കരുത്. മുസ്താമലായ വെള്ളത്തിൽ വെള്ളം വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച വെള്ളം. ഫർളിൽ ഉപയോഗിച്ച വെള്ളം വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. wudu എടുക്കുന്ന സമയത്ത് കൈ കഴുകിയ വെള്ളം, മുഖം കഴുകിയ വെള്ളം കൂട്ടിവെച്ച് വീണ്ടും wudu എടുക്കാൻ പാടില്ല. ഫർളിൽ ഉപയോഗിക്കാത്ത വെള്ളം കൊണ്ടേ wudu എടുക്കാനും കുളിക്കാനും പാടുള്ളൂ. അപ്പൊ നമ്മൾ ഈ വലിയ ശുദ്ധി കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ wudu എടുക്കുന്ന സമയത്ത് ആ വെള്ളം താപ്പിയെന്നൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല. ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് കപ്പിലൊക്കെ വെച്ച് wudu എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെള്ളം അതിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മയ്യത്ത് ഷവറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ബക്കറ്റിലെ വെള്ളം വെച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളം അതിലേക്ക് തെറിക്കാതെ ഇത് ഉയർത്തി വെക്കണം. ബക്കറ്റ് കുറച്ച് ഉയർത്തി വെക്കണം. അത് ശ്രദ്ധിക്കണം. അപ്പൊ ജനാബത്തുകാരൻ കുളിച്ചതിന്റെ ബാക്കി വെള്ളമാണെന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്ത് ചെയ്യായിരുന്നാൽ മതി? ഈ കുളിച്ച വെള്ളം അതിലേക്ക് തെറിക്കാതിരുന്നാൽ മതി. ആയിഷത്ത് റളിയല്ലാഹു അൻഹ കാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തസിലു മിനൽ ജനാബ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശുദ്ധിയിൽ കുളിക്കാറുണ്ട്. സുമ്മ യസ്തദിഫു ബിഹി ഖബ്ല അൻ അഖ്തസില, ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്ത് വെച്ച് നബി തങ്ങളുടെ ശരീരത്തെ ചൂടാക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ട് വന്നിട്ട് ആയിഷാബിയുടെ ശരീരത്തിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് നബി ശരീരം ചൂടാക്കും, കൈ ചൂടാക്കും. ഇല്ല, കുളിച്ചയാളുടെ ശരീരത്തിന് തണുപ്പുണ്ടാവും, കുളിക്കാത്ത ആളുടെ ശരീരത്തിന് ചൂടുണ്ടാവും. അപ്പൊ ഈ കൈയോട് മുട്ടിച്ചു കഴിഞ്ഞാൽ ചൂട് കിട്ടും. അവിടുത്തെ അറേബ്യയിലെ തണുപ്പിൽ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ എന്ത് മനസ്സിലായി? വലിയ ശുദ്ധിയുള്ള ആളോട് സഹവസിക്കുന്നുണ്ടോ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നുണ്ടോ എന്തില്ല, കുഴപ്പം ഇല്ല. കാരണം ഇന്നൽ മുഅ്മിനലായ യൻജിസു, മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും നജിസാവില്ല. ഇനി അലി റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു മിനൽ ഖലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ നിന്ന് വരാറുണ്ട്. ഫയഖ്രിഉനൽ ഖുർആന, അങ്ങനെ ഞങ്ങൾ ഖുർആൻ പഠിപ്പിക്കാറുണ്ട്. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് wudu എടുക്കാതെ ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരും. എന്ത് മനസ്സിലായി? ഖുർആൻ ഓതാൻ wudu വേണ്ട. ഖുർആൻ ഓതാൻ wudu വേണ്ട. മുസ്ഹഫ് തൊടാൻ wudu വേണ്ട.
ഖുർആൻ ഓതാൻ ഒതു വേണ്ട. ഒയ്യക്കലുമായന ലഹമ, നബി ഞങ്ങളുടെ കൂടെ മാംസം ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാനും എന്ത് വേണ്ട? ഒതു വേണ്ട. വലം യഹ്ജുബുഹു അനിൽ ഖുർആനി ഷൈഉൻ ലൈസൽ ജനാബ, വലിയ ശുദ്ധി അല്ലാത്ത ഒന്നും ഖുർആൻ ഓതുന്നതിനെ തൊട്ട് നബിയെ തടഞ്ഞിരുന്നില്ല. എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധി ഇല്ലാത്ത എല്ലാ സമയത്തും നബി എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ ഓതാറുണ്ട്. അപ്പോൾ വലിയ ശുദ്ധി കൊണ്ട് മാത്രമേ ഖുർആൻ ഓതൽ എന്തുള്ളൂ? തെറ്റുള്ളൂ. വലിയ ശുദ്ധിക്കാരൻ എന്ത് ചെയ്യാൻ പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല, ഖുർആൻ തൊടാനും പാടില്ല. ആ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദിക്റെല്ലാം പറഞ്ഞതാകട്ടെ, ദിക്റല്ല, ഏത് ദിക്റും ചെല്ലാം, ഏത് തസ്ബീഹും ചെല്ലാം ഒക്കെ പറ്റും. അല്ലാതെ ഈ സ്ത്രീകളൊക്കെ 6-7 ദിവസം ഒരു ദിക്ർ പോലും ചെല്ലാതിരിക്കേണ്ടി വരില്ലേ? ഒരു ദിക്റും തസ്ബീഹും ഒക്കെ ചെല്ലാം. ഖുർആൻ മാത്രമേ വിഷയമുള്ളൂ. ഖുർആനിൽ തന്നെ ഷാഫി, ഹനഫി, ഹംബലി 3 മദ്ഹബിലും ഖുർആൻ ഓതാൻ പാടില്ല. വലിയ ശുദ്ധിക്കാൻ ഖുർആൻ ഓതാൻ പാടില്ല. മാലിക്കി മദ്ഹബിൽ ഖുർആനാണെന്ന ഉദ്ദേശത്തിൽ ഓതലേ തെറ്റുള്ളൂ. ഖുർആനാണെന്ന ഉദ്ദേശത്തിൽ ഓതലേ, അതായത് ഖുർആൻ ഓതുക എന്നൊരു ഇബാദത്ത്, ഖുർആൻ ഓതി കൂലി മേടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓത്ത്, അതാണ് എന്തുള്ളത്? അത് തെറ്റാണ്, അത് കറാഹത്താണ്. എന്നാൽ ആവശ്യത്തിന് വേണ്ടി ഓതുന്നുകൊണ്ട് കുഴപ്പമില്ല. കുളിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഒരാൾ ഖുർആൻ ഓതി പുണ്യം നേടാൻ വേണ്ടി ഖുർആനാണെന്ന ലക്ഷ്യത്തിൽ ഓതലാണ് തെറ്റുള്ളത്. ആവശ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുന്നുണ്ട് മാലിക്കി മദ്ഹബിൽ എന്തില്ല, വിഷയമില്ല. ആവശ്യമെന്ന് പറഞ്ഞാൽ മറന്നു പോകുമെന്ന പേടി. ഒരു പെണ്ണിന് പീരീഡ് ടൈമാണ്, ചിലപ്പോൾ 10-15 ദിവസമൊക്കെ നീണ്ടു നിൽക്കും. ഇവര് 15 ദിവസം ഖുർആൻ ഓതിയിൽ പഠിച്ച് ഖുർആൻ മറന്നു പോകുമെന്നൊരു ഘട്ടത്തിൽ ഒരാവശ്യമാണിത് ഓതുക എന്നുള്ളത്. അപ്പോൾ ഖുർആൻ ഓതി പുണ്യം നേടാൻ വേണ്ടിയല്ല, ഖുർആൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഓതാമെന്നുള്ളതാണ് മാലിക്കി മദ്ഹബിലെ അഭിപ്രായം. ഇത് സാധാരണ വലിയ ശുദ്ധിക്കാർക്ക് പോലും പറ്റും. അതുപോലെ പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. ഖുർആൻ തൊടാതെ ഇങ്ങനെ ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അഭിപ്രായം. അതുകൊണ്ടാണ് ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ചില സ്കൂളുകളിലെ ടീച്ചർമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? ഖുർആൻ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്. ഷാഫി മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ, ഹംബലി മദ്ഹബിൽ എന്നുള്ളത് പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതാണ്. മാലിക്കി മദ്ഹബിലാണ് കുറച്ച് വിശാലമായിട്ട് അതിനകത്ത് പറയുന്നത്. അവർ പറയുന്നത് ആർത്തവക്കാരിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അവൾക്ക് ആശ്വാസമുണ്ട്. കാരണം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് അവളുടെ വലിയ ശുദ്ധി. പുരുഷനെ പോലെയല്ല, അവന് പെട്ടെന്ന് കുളിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവൾക്ക് ഇത് കഴിയുമെന്നുള്ളതാണ്. തൊടുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. മറയില്ലാതെ ഖുർആൻ തൊടാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് മാലിക്കി മദ്ഹബ് പറയുന്നത്. ലാ തഖ്റഉൽ ഹായിദു വലൽ ജുനുബു ശൈഅൻ മിനൽ ഖുർആൻ, ഇതാണ് നമ്മുടെ തെളിവ്. ഹൈലുകാരിയോ വലിയ ശുദ്ധിക്കാരനോ ഖുർആനിൽ ഒന്നും തന്നെ ഓതാൻ പാടില്ല എന്നുള്ള ഹദീസാണ് 3 മദ്ഹബും തെളിവാക്കുന്നത്. ഖുർആനാണെന്ന ഉദ്ദേശത്തിൽ ഒരിക്കലും ഓതാൻ പാടില്ല, അത് തെറ്റാണ്, ഹറാമാണ്. വലിയ ശുദ്ധിക്കാർക്ക് ഹറാമായ കാര്യങ്ങളാണ്: 1 നമസ്കാരം, ഖുർആൻ ഓതുക, സുജൂദ് ചെയ്യുക, വുളു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ഹറാമാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും വിശ്വാസം പറഞ്ഞു, വജ്ജിഹു ഹാദിഹിൽ ബുയൂത്താനിൽ മസ്ജിദി, നിങ്ങൾ ഈ വീടുകളുടെ വാതിലുകൾ പള്ളിയിൽ നിന്ന് മാറ്റുക. ചില സഹാബാക്കളുടെ വീടുകളെല്ലാം തുറന്നാൽ ഉടനെ പള്ളിയിലേക്കാണ്, മദീന പള്ളിയിലേക്കാണ് അവരുടെ റൂം തുറന്നാൽ ഇറങ്ങുന്നത്. നബി പറഞ്ഞു, ഈ റൂമിൻ്റെ വാതിലുകൾ ഈ പള്ളിയുടെ ഭാഗത്തുനിന്ന് മാറ്റണം. ഫൈന്നീല ഉഹില്ലുൽ മസ്ജിദലി ഹായിലും വലാ ജുനുബിൻ, കാരണം വലിയ ശുദ്ധിയുള്ള ആണിനും പെണ്ണിനും പള്ളിയിൽ കയറാൻ ഞാൻ അനുവദിക്കുന്നില്ല. വലിയ ശുദ്ധിയോടുകൂടെ ഇവിടെ കയറാൻ പാടില്ല, പള്ളിയിൽ കയറാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തുറക്കുന്ന വാതിലുകൾ മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. വലിയ ശുദ്ധിക്കാരൻ പള്ളിയിൽ കയറുന്നതിൻ്റെ നിയമം, ഷാഫി മദ്ഹബിൽ പള്ളിയിൽ താമസിക്കാൻ പാടില്ല. കടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിൽക്കരുത്. കടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ താമസിക്കലാണ് തെറ്റുള്ളത്. ഹനഫി മദ്ഹബിൽ താമസിക്കാൻ പാടില്ല, അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ നടന്നു പോകാനും പാടില്ല. അത്യാവശ്യ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഭയമുണ്ട്, അപ്പുറത്തേക്ക് കിടക്കണം, ഇവിടെ നിന്നാൽ അയാളുടെ ശരീരത്തിൻ്റെ മേലോ സമ്പത്തിൻ്റെ മേലോ അയാൾക്ക് ഭയമുണ്ട്, ആക്രമിക്കപ്പെടുന്ന ഭയമുണ്ട്, പോകാൻ വഴി പള്ളി മാത്രമേ ഉള്ളൂ, അതൊരാവശ്യ ഘട്ടമാണ്. അപ്പം എന്ത് ചെയ്യാം? ഇതിനങ്ങ് കടന്നു പോകാം. അല്ലെങ്കിൽ ഇയാളുടെ സുരക്ഷ അപ്പുറത്ത് പോകുന്നതിലാണ്, അത് കടന്നു പോകാൻ പള്ളി വേണം, വഴിയാണ്, പള്ളിയിലൂടെ കിടക്കാൻ പറ്റുള്ളൂ, എന്നാൽ കടന്നു പോകാം.
അപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വഴി വേറെ ഇല്ല, പള്ളിയിലൂടെ കടക്കാതെ വഴിയില്ല, ഇങ്ങനെയുള്ള ആവശ്യഘട്ടങ്ങളിൽ ഹനഫി മദ്ഹബിൽ എന്തില്ല, കടന്നുപോകൽ തെറ്റില്ല. താമസിക്കുക എന്നുള്ളത് ഷാഫി മദ്ഹബിൽ ഹനഫി മദ്ഹബിൽ എന്ത് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. നജിസ് പറ്റുന്നില്ലെങ്കിൽ നടന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ളതാണ് പൊതുവേ. പള്ളിയിൽ നജിസാകരുത്. ആർത്തവക്കാരിയായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പള്ളിയിൽ അവരുടെ അഴുക്ക് നജിസ് പറ്റാത്ത അവസ്ഥയിൽ അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്, കുഴപ്പം ഇല്ല എന്നുള്ളതാണ്. ഇനി അൻ അലിയും റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകൾ കടക്കൂല, ബൈത്തൻ ഒരു വീട്ടിൽ, ഫീഹി സൂറത്തുൻ, ആ വീട്ടിൽ ഫോട്ടോ ഉണ്ട്, ഒലാ കൽബിൻ, പട്ടിയുടെ വീട്ടിലും കിടക്കൂല, ഒലാ ജുനുബിൻ, ജനാപത്തുകാരനുള്ള വീട്ടിലും മലക്ക് കിടക്കൂല. മലക്ക് കിടക്കാത്ത 3 വീടുകൾ. മലക്ക് കിടക്കൂല എന്ന് ഏത് മലക്കാണ്? റഹ്മത്തിന്റെ മലക്കുകളാണ്. അസ്രായേൽ എല്ലായിടത്തും കിടക്കും. അസ്രായേൽ മാത്രമല്ല, മനുഷ്യന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്ക് അതെപ്പോഴും ഉണ്ടാവും. നിങ്ങൾ എവിടെയാണെങ്കിലും, കള്ളുഷാപ്പിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഇവർ രണ്ടുപേരും പോവില്ല. അവർക്ക് ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നൊരു കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകൾ പോവില്ല. ഈ കയറൂല എന്ന് പറഞ്ഞ റഹ്മത്തിന്റെ മലക്കുകൾ കയറൂല എന്നായി 3 വീട്ടിലേക്ക് എന്ത് ചെയ്യില്ല, കയറൂല എന്നാണ് ആ പറഞ്ഞത്. കണ്ണടയ്ക്കുന്ന നേരത്തോളം പോലും ഈ 2 മലക്കുകൾ മാറൂല. കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി 24 hours ജീവിതം മുഴുവനുമാണ്. ഒരു സെക്കൻഡ് മാറിയാൽ ആ സമയത്ത് ചെയ്യണ നന്മയോ തിന്മയോ ലിസ്റ്റിൽ വരൂല. അത് അവരുടെ ജോലിയിലുള്ള വീഴ്ചയാണ്. വീഴ്ച മലക്കുകൾ എന്ത് ചെയ്യില്ല, വരുത്തൂല, അത് മാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 3 വീട്ടിലാണ് മലക്ക് കയറൂലാത്തത്. ഒന്ന് സൂറത്ത്, ഫോട്ടോ ഉള്ള വീട്. ഏതാണ് ഈ ഫോട്ടോ? ഏത് ഫോട്ടോയാണ് ഇത്? ഫോട്ടോ ഇല്ലാത്ത വീടുണ്ടാവും? ഫോട്ടോ ഇല്ലാത്ത വീടുണ്ടാവില്ല. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭിത്തി, മച്ച്, കർട്ടൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഫോട്ടോയാണ് ഉദ്ദേശിക്കുക. ചവിട്ടുന്നിടത്തുള്ള ഫോട്ടോ അതിന് കുഴപ്പമില്ല, ചവിട്ടിയിൽ ഉള്ള ഫോട്ടോ. കാരണം ഈ ഭിത്തിയിലോ കർട്ടനിലോ ഒക്കെയുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു വിഗ്രഹത്തെ പോലെ ആദരവോടെ കാണുന്ന ഒരു രീതി ഉണ്ടാവുക. ചവിട്ടിയിലുള്ള നിലത്ത് വിരിക്കുന്നിടത്തുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിനാരും എന്ത് ചെയ്യാറില്ല, ചവിട്ടിക്കൂട്ടാണ്, അനാദരിക്കുകയാണ്. മറ്റത് ആദരിക്കപ്പെടുകയാണ്. പാപ്പാടെ ഫോട്ടോ എടുത്തിട്ടെങ്കിലും നിലത്തിടുമല്ലോ, അതിങ്ങനെ തൂക്കിയിടുള്ളൂ. എല്ലാവരും കണ്ണോടത്ത് തൂക്കിയിട്ടിട്ട് വാപ്പായാണ് 87 മരിച്ചാന്ന് ഇങ്ങനെ പറയുള്ളൂ, കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതിനോട് ആദരവ് വരും. മനസ്സിലായില്ലേ? ചവിട്ടിക്കൂട്ടുന്നതിനോട് ആദരവ് വരില്ല. അതുകൊണ്ടാണ് ഈ 3 സ്ഥലത്താണ് എന്തുള്ളത്, ഫോട്ടോ തെറ്റുള്ളത്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാം പറയട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റൂഹുള്ള ജീവികളുടെ ഫോട്ടോയെ തെറ്റുള്ളൂ. റൂഹില്ലാത്ത ഒന്നിൻ്റെയും ചിത്രങ്ങൾ എവിടെയാവുന്നുണ്ടോ തെറ്റില്ല. ജീവനില്ലാത്ത വസ്തുക്കളുടെ ഫോട്ടോ എവിടെയാവുന്നുണ്ടോ, മരങ്ങൾ, സീനറികൾ, ഇതൊന്നും കുഴപ്പമില്ല. 2 കാര്യം. മൂന്നാമത്തെ കാര്യം, ആ ജീവിക്ക് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായൊരു രൂപത്തിലുണ്ടെങ്കിലേ തെറ്റുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റില്ല. തലയില്ലാത്തൊരു ഫോട്ടോ കുഴപ്പമില്ല. മനുഷ്യൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ്, തലയില്ല, എങ്കിൽ കുഴപ്പമില്ല. കാരണം തലയില്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പം ആ ജീവിക്ക് ജീവിക്കാൻ ആവശ്യമായ രൂപത്തോടു കൂടിയുള്ള ഫോട്ടോയെ തെറ്റുള്ളൂ, അല്ലെങ്കിൽ തെറ്റ് ഇല്ല. അപ്പം തലയില്ലാത്ത ചിത്രങ്ങൾ എവിടെയും ഇല്ല, കുഴപ്പമില്ല. പക്ഷെ കൈയില്ലാത്ത ചിത്രം പറ്റില്ല. കാരണം കൈയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അത് മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാലാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചില കളിപ്പാട്ടങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. കളിപ്പാട്ടം അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുണ്ട്. ആയിഷാ ബീവിക്ക് തന്നെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ജീവനുള്ള ജീവികളുടെ കളിപ്പാട്ടം ആയിഷാ ബീവിക്ക് തന്നെ ഉണ്ടായിരുന്നു. കുതിരയൊക്കെ ഉണ്ടായിരുന്നു. നബി അത് അനുവദിക്കുക ചെയ്തു. അപ്പോൾ കളിപ്പാട്ടങ്ങൾ കുഴപ്പമില്ല, കുട്ടികളുടെ കളിപ്പാട്ടം കുഴപ്പമില്ല. പക്ഷെ അത് കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ ഷോക്കേസിൽ എടുത്ത് വെച്ചേക്കല്ല, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണം. അത് കളിച്ച് തട്ടി പൊട്ടിക്കണം കുട്ടികൾ. അത് ഷോക്കേസിൽ എടുത്ത് വെച്ചേക്കരുത്. കളിപ്പാട്ടം കുഴപ്പമില്ല. ദിർഹമുകളിലുള്ള ഫോട്ടോ നോട്ടിലുണ്ടാവില്ല. ഫോട്ടോ നമ്മുടെ നോട്ടിൽ ഗാന്ധിജി ഉണ്ടാവും. ഈ അമുസ്ലിം നാടുകളിൽ നിന്ന് വരുന്ന നാണയങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവും. അത്
നാണയം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് പ്രദർശിപ്പിക്കരുത്. എന്ത് ചെയ്യരുത്? പ്രദർശിപ്പിക്കരുത്. അത് പ്രദർശിപ്പിക്കരുത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ബാധകമാണ്. ജീവിച്ചിരിക്കാൻ ആവശ്യമാകുന്ന പൂർണ്ണ രൂപം ഉണ്ടായിരിക്കണം. ആ ഫോട്ടോ, തലയില്ലാത്ത ഫോട്ടോ ഒന്നും അതല്ല, പ്രശ്നമല്ല. അടുത്തൊരു വിഷയം, ഏതാണ് ഈ ഫോട്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായമുണ്ട്. എല്ലാവരും ഏകോപിച്ച അഭിപ്രായം, ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ വശങ്ങളുമുള്ള ഫോട്ടോ മാത്രമേ നിരോധിക്കപ്പെട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രതിമകൾ. കേവലം ഈ ഫോട്ടോഗ്രാഫിക്ക് എന്തില്ല, എല്ലാ വശങ്ങളും ഇല്ല. അതൊരു ഇതാണ്. പ്രതിമയാകുമ്പോഴല്ല നിർമ്മിക്കപ്പെടുക, മണ്ണ് കൊണ്ടോ മറ്റോ നിർമ്മിക്കപ്പെടുന്ന ഒരു പ്രതിമ. അതാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിമ നിർമ്മാണം പാടില്ല. ഒരു ജീവിയുടെയും ആനയുടെയോ കുതിരയുടെയോ ആടിൻ്റെയോ ഒട്ടകത്തെ മനുഷ്യൻ്റെയോ പ്രതിമ എന്ത് ചെയ്യാൻ പാടില്ല, നിർമ്മിക്കപ്പെടാൻ പാടില്ല. പ്രതിമ നിർമ്മിക്കുന്നവരാണ് നാളെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവർ രൂപമുണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരോട് ആ രൂപത്തിന് ജീവൻ കൊടുക്കാൻ അല്ലാഹു തആല പറയും. അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല. അവരാണ് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്. രണ്ടാമതൊരു അഭിപ്രായം അതല്ല, ഈ ഫോട്ടോഗ്രാഫി ഉൾപ്പെടെയുള്ള എല്ലാം അതിനകത്ത് പെടുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ പരമാവധി സൂക്ഷിക്കുക. അതിൻ്റെ അകത്ത് സൂക്ഷ്മത പാലിക്കുക. ഫോട്ടോക്ക് ആവശ്യത്തിന് മാത്രമായിട്ട് പരിമിതിപ്പെടുത്തുക. ഒരു ഹോബിയാക്കി എന്ത് ചെയ്യാതിരിക്കുക, മാറ്റാതിരിക്കുക. ഇതാണ് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത്തത് പട്ടി. 3 പട്ടി ഒഴിച്ച്. ഒന്ന് വേട്ടയ്ക്കുള്ള പട്ടി, മറ്റൊന്ന് കൃഷി സംരക്ഷിക്കാനുള്ള പട്ടി, മറ്റൊന്ന് മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പട്ടി. ഈ 3 പട്ടികളും വളർത്താൻ അനുവദനീയമാണ്. ആട് മേയ്ക്കാൻ വേണ്ടി പട്ടി വളർത്തുന്ന അറബികളുണ്ട്. 10-500 ആടിനെ കൊണ്ടുപോയിട്ട് മരുഭൂമിയിലേക്ക് വിട്ടേക്കും. എന്നെ സംരക്ഷിക്കാൻ വേണ്ടി 3-4 പട്ടികളെ ഏർപ്പാടാക്കും. അപ്പോൾ പട്ടികൾ അതിനെ സംരക്ഷിക്കും. കൃഷി നോക്കാൻ വേണ്ടി പട്ടികളെ ഏർപ്പാടാക്കും. അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടി പട്ടിയുണ്ട്. ഈ 3 പട്ടികൾ ഉള്ളിടത്തും എന്ത് ചെയ്യും, മലക്കുകൾ പ്രവേശിക്കുന്നതിന് കുഴപ്പം. മൂന്നാമത്തത് വലാ ജുനുബ്. ജനാപത്തുകാരൻ ഉള്ളിടത്ത് എന്ത് ചെയ്യില്ല, മലക്കുകൾ പ്രവേശിക്കില്ല. അതിൻ്റെ അർത്ഥം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ജനാപത്തുണ്ടായിട്ട് ഉടനെ കുളിക്കാതെ കിടന്നുറങ്ങിയ സംഭവങ്ങളുണ്ട്, ഹദീസിൽ വരുന്നുണ്ട്. അപ്പം ജനാപത്തുകാരനുള്ള വീട്ടിൽ മലക്കുകൾ കിടക്കില്ല എന്നതിന് എൻ്റെ അർത്ഥം ഒരു നിസ്കാരത്തിൻ്റെ വഖത്തും കഴിഞ്ഞിട്ട് കുളിക്കാത്ത ജനാപത്തുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. സുബഹിയായിട്ടും കുളിക്കാത്ത ജനാപത്തുകാരൻ, സുബഹിക്ക് ശേഷം ജനാപത്തുണ്ടായ ദുഹറായിട്ടും അസ്റായിട്ടും കുളിക്കാത്ത ജനാപത്തുകാരൻ, ഒരു നിസ്കാരം നഷ്ടപ്പെടും. 1. 2, ജനാപത്തുണ്ടായിട്ട് ഒതുപോലും എടുക്കാതെ കിടന്നുറങ്ങുന്നവർ. അപ്പോൾ ചുരുങ്ങിയ പക്ഷെ ഒതുവെങ്കിലും എടുത്താലും അവിടെ എന്ത് ചെയ്യും, മലക്കുകൾ കിടക്കും. ഒരു ഒതു എടുക്കാനെങ്കിലും പെട്ടെന്ന് ശ്രദ്ധിക്കുക. അടുത്ത വഖത്തിന് മുമ്പായിട്ട് പരമാവധി കുളിക്കാനും വേണ്ടി ശ്രമിച്ചാൽ എന്തില്ല, കുഴപ്പം ഇല്ല. ഇനി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്റബുഹുൽ മലായിക. 3 കൂട്ടരോട് മലക്കുകൾ അടുക്കില്ല. ഇത് വേറെ ഹദീസാണ്. 1 അൽ ജീഫത്തുൽ കാഫിർ, കാഫിറിന്റെ ശവം. ഒരു കാഫിറായ മനുഷ്യന്റെ ശവത്തോട് റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കൂല. അടുക്കേണ്ട കാര്യമില്ലല്ലോ, റഹ്മത്ത് കൊടുക്കാനൊന്നുമില്ലല്ലോ, അവർക്ക് അദാബല്ലേ. 2 ഒൽ മുത്തല്ലമിയ ബിൽ ഖലൂഖി. ഖലൂഖ് പുരട്ടിയാൽ, ഖലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ പുരട്ടുന്ന സുഗന്ധമാണ്, കളറുള്ള കുങ്കുമം പോലെയുള്ള കളറുകൾ പുരട്ടി അതുകൊണ്ട് സുഗന്ധം. പുരുഷന്റെ സുഗന്ധത്തിനൊരിക്കൽ കളറുണ്ടാകാൻ പാടില്ല, സ്മെല്ലുണ്ടാകാനേ പാടുള്ളൂ. സ്ത്രീയുടെ സുഗന്ധത്തിന് സ്മെല്ലുണ്ടാകാൻ പാടില്ല, കളറുണ്ടാകാനേ പാടുള്ളൂ. അതാണ് സ്ത്രീയുടെയും പുരുഷന്റെ സ്മെൽ ഇത് തമ്മിലെ വ്യത്യാസം. പുരുഷൻ എന്ത് ചെയ്യരുത്, കളറുള്ള സ്മെൽ ഈ അത്തറുകൾ ഉപയോഗിക്കരുത്, കളറുള്ളത് പുരട്ടരുത്. അത് സ്ത്രീക്കുള്ളതാണ്. അങ്ങനെ പുരട്ടിയാൽ അവൻ്റെ അടുക്കൽ എന്ത് വരില്ല, മലക്കുകൾ വരില്ല. അപ്പോൾ കുട്ടക്സൊക്കെ മൈലാഞ്ചിയൊക്കെ ആരുടെയാണ്, അതൊക്കെ പെണ്ണിനാണ്. നമുക്ക് അത്തറാണ് പറഞ്ഞിരിക്കുന്നത്, സ്മെല്ല് മാത്രമേ പാടുള്ളൂ. നമുക്കല്ലാതെ തന്നെ സൗന്ദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും കളറ് പെയിന്റ് അടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ പുരുഷന് സൗന്ദര്യമുണ്ട്, പെണ്ണിന് സൗന്ദര്യം ഉണ്ടാകണേ എന്ത് വേണം, ആഭരണം ഇടണം, അവിടെ ഇവിടെയൊക്കെ തേച്ചു കൊടുക്കണം, എന്നാലേ പെണ്ണിന് സൗന്ദര്യം ഉണ്ടാവും. അതാണ് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം. മൂന്നാമത്തെ ജനാപത്തുകാരൻ ഇല്ലാത്തവള്ള ഒതു ചെയ്താലൊഴികെ. ജനാപത്തുകാരൻ ഒതു എടുക്കാതെ കടന്നുറങ്ങിയാൽ അവൻ്റെ അടുക്കലും ആരും വരില്ല, മലക്കുകൾ വരികയില്ല. ഹൻദല റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹം കല്യാണം കഴിച്ച് ആദ്യ ദിവസം തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള വിളിയാളം കേട്ടു. അദ്ദേഹം ഇറങ്ങി ഓടി. ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവിന് വലിയ ശുദ്ധി ഉണ്ടായിരുന്നു, അദ്ദേഹം കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കുളിക്കാതെയാണ് യുദ്ധത്തിന് പോയത്. അതിനു മുമ്പ് യുദ്ധത്തിന് വിളിയാളം വന്നു, അദ്ദേഹം പോയി.
അവൻ വിശ്വാസം പറഞ്ഞു അദ്ദേഹത്തെ മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി കുളിപ്പിക്കാൻ പറ്റില്ല, കാരണം രക്തസാക്ഷിയാണ്. രക്തസാക്ഷി എന്ത് ചെയ്യരുത്? കുളിപ്പിക്കാൻ പാടില്ല. രക്തസാക്ഷിക്ക് കുളിപ്പിക്കാനും പാടില്ല, അയാൾ നിസ്കരിക്കാനും പാടില്ല. അതേ വസ്ത്രത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. രക്തസാക്ഷിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. കുളിപ്പിച്ചാലേ മയ്യത്ത് നിസ്കരിക്കാവുള്ളൂ. കുളിപ്പിക്കാത്ത മയ്യത്തിനെ നിസ്കരിക്കാൻ പാടില്ല. അയാളെന്താ വേണ്ടത്? രക്തസാക്ഷിയെ അതേ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്ത് കബറടക്കണം. നാളെ ആ രക്തവുമായിട്ട് അള്ളാഹിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ മാർഗത്തിൽ ഷഹീദായ എന്ന ആ രക്തം അള്ളാഹിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. ഹംദാദി അള്ളാഹിനെ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് വിശ്വാസം പറഞ്ഞു മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട്. വലിയ ശുദ്ധിക്ക് വേണ്ടിയുള്ള കുളി ആര് കുളിപ്പിച്ചു? മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഗസീലുൽ മലായിക്ക എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ് അദ്ദേഹം. മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച ആളെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. ആരാ? ഹംദല റളിയല്ലാഹു അൻഹു. ഇനി മറ്റൊരു ഹദീസ്, അന്നഫിൽ കിതാബില്ലദീ കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ഹസ്മിൻ. അംർ ഇബ്നു ഹസ്മിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ ഒരു എഴുത്തിലുണ്ട്, അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ, ശുദ്ധിയുള്ള ആളല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്നുണ്ട്. അതെവിടെ തന്നെയുണ്ട്? അതെവിടെയാ? ലാ യമസ്സു. അത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ലാ യമസ്സുഹു, ഈ ഖുർആനിനെ തൊടരുത്, ഇല്ലൽ മുത്തഹറുൻ, ശുദ്ധിയുള്ളവരല്ലാതെ തൊടരുത്. ശുദ്ധിയില്ലാത്തവർക്ക് ഖുർആൻ കൊടുക്കരുത്. ശുദ്ധിയുള്ളവർക്കേ ഖുർആൻ കൊടുക്കാവൂ, ശുദ്ധിയുള്ളവരെ ഖുർആൻ തൊടാവുള്ളൂ. ശുദ്ധിയില്ല ഖുർആൻ തൊടാൻ പാടില്ല. അശുദ്ധി മാലിക്കി മദ്ഹബിൽ ഒദുവില്ലാതെ വലിയ ശുദ്ധിക്കാരന് ഖുർആൻ ഓതാമെന്നുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ. പക്ഷെ അവർ പോലും പറയുന്നത് തൊടാൻ പാടില്ല എന്നാണ്. വലിയ ശുദ്ധിക്കാരന് അത്യാവശ്യത്തിന് ഖുർആൻ ഓതാമെന്ന് പറയുമ്പോൾ പോലും തൊടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. തൊടൽ, കാരണം അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ അഭിപ്രായത്യമില്ലല്ലോ. ഓതന കാര്യം ഖുർആൻ പറഞ്ഞില്ല, തൊടന കാര്യം ഖുർആൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ശുദ്ധിയില്ലാത്ത തൊടരുതെന്ന് പറഞ്ഞു. ചെറിയ ശുദ്ധിയേക്കാൾ വലുതാണല്ലോ വലിയ ശുദ്ധി. വലിയ ശുദ്ധിയുള്ള ആളും തൊടാൻ പാടില്ല, ചെറിയ ശുദ്ധിയുള്ള ആളും തൊടാൻ പാടില്ല. ഖുർആൻ തൊടാൻ പാടില്ല. ഇനി അൻ മുഹാജിർ ഇബ്നു കുൻഫുദ് റളിയല്ലാഹു അൻഹു അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ യഖൂലു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹാബി നബിയുടെ അടുക്കൽ ചെന്നു. മുഹാജിർ റളിയല്ലാഹു അൻഹു ഫസല്ലമ അലൈഹി, നബിയുടെ സലാം ചൊല്ലി. നബി മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? സലാം ചൊല്ലി. ഫലം യറുദ്ദ അലൈഹി, നബി സലാം മടക്കിയില്ല. ഹത്താ തവദ്ദ, ഒളു എടുക്കുന്നവരെ സലാം മടക്കിയില്ല. മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് ഒളു എടുത്തിട്ട് വന്നാണ് നബി എന്ത് ചെയ്തത്? സലാം മടക്കിയത്. സുമ്മാ അത്തദറയിലേക്ക്, എന്നാൽ സലാം മടക്കാതിരിക്കാൻ നബി അദ്ദേഹത്തോട് കാരണം പറഞ്ഞത്, ഇന്നി കരിഹത്വൻ അദ്കുറല്ലാഹ ഇല്ല അലാ തുഹരി, ശുദ്ധിയില്ലാതെ ഞാനൊരു ദിക്ർ ചെല്ലാൻ എനിക്ക് വെറുപ്പ് തോന്നിയെന്നാണ്. സലാം എന്നുള്ളത് എന്താണ്? ഒരു ദിക്റല്ലേ. അത് ഒതുവില്ലാതെ ഞാൻ പറയാൻ എനിക്ക് മടി തോന്നി, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാതെ. എന്നിട്ട് ഒതു കൊടുത്തിട്ടാണ് നബി ഇത് സലാം മടക്കിയത്. അപ്പോൾ സലാം മടക്കാൻ ഒതു വേണ്ടതുണ്ടോ? നിർബന്ധമില്ല. പിന്നെ ചെയ്താൽ നല്ലത് എന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്രിബു, നബിതങ്ങൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ സുമ്മയനാമോ, നബി ഉറങ്ങാറുണ്ട്. സുമ്മയെന്തബിയു, പിന്നെ ഉണരാറുണ്ട്. സുമ്മയനാമോ, പിന്നെ ഉറങ്ങാറുണ്ട്. അപ്പം എന്ത് മനസ്സിലായി? നബിതങ്ങളുടെ ജീവിതത്തിൽ രണ്ടുണ്ടായിട്ടുണ്ട്. വലിയ ശുദ്ധിക്ക് ശേഷം ഒളു എടുത്ത അവസ്ഥയുണ്ട്, ഒളു എടുക്കാത്ത അവസ്ഥയുണ്ട്. എന്തിനാണത്? നബിക്ക് മടിയായിട്ടല്ല, നമ്മളെ പഠിപ്പിക്കാനാണ്. അങ്ങനെയും ചെയ്യാം. അത് തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ഹറാമായ കാര്യം എന്ന് പറയാൻ കഴിയില്ല. ഒളു എടുക്കൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. അത് പഠിപ്പിക്കാനാണ് ചെയ്യുന്നത്. അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും വിശ്വാസം താഫദാത്തയോ മിനലാ നിസാഇ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഅ റജുലു ബിഫളി തുഹൂരിൽ മർഅത്തി, പെണ്ണുങ്ങൾ ഒതുകൊടുത്തതിന്റെ ബാക്കി വെള്ളത്തിലാണ് ഒതുകൊടുക്കുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്നാണ്. പെണ്ണ് ഒതുകൊടുത്തതിന്റെ ബാക്കി വെള്ളത്തിലാണ് ഒതുകൊടുക്കലിനെ നബി നിരോധിച്ചു എന്നാണ്. അത് മാത്രമല്ല കേട്ടോ, വേറെ ഹദീസുണ്ട്, അതോടെ പറയുമ്പോൾ മനസ്സിലാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഗ്തസിലൽ മർഅത്തു ബിഫളി റജുലി, പുരുഷൻ കുളിച്ചതിന്റെ ബാക്കി വെള്ളത്തിൽ പെണ്ണ് കുളിക്കലിനെ നബി നിരോധിച്ചു. പുരുഷൻ കുളിച്ചതിന്റെ ബാക്കി വെള്ളത്തിൽ പെണ്ണ് കുളിക്കലിനെ നിരോധിച്ചു. ആദ്യം പറഞ്ഞ ഹദീസ് മാത്രം കേട്ടാൽ എന്ത് തോന്നും? പെണ്ണിനോടുള്ള വിവേചനം. ഇതിന്റെ ബാക്കി ഔ യഗ്തസില റജുലു ബിഫളി മർഅത്തി, പെണ്ണ് കുളിച്ചതിന്റെ ബാക്കി വെള്ളം കൊണ്ട് ആണ് കുളിക്കലിനെ നിരോധിച്ചു.
ഈ മറ്റവരുണ്ടല്ലോ, ഈ ലിബറൽസ്, എന്താ പറയുക, എച്ച് മുസ്ലിംസ്, അവരിങ്ങനെ ഈ ഹദീസ് പരതി നടക്കുകയാണ്. എവിടെയാണ് ഈ ഇങ്ങനെയുള്ള ഹദീസ് കിട്ടുക എന്നാണ് അവരിതെടുത്ത് പറയാം. പെണ്ണ് കുളിച്ചതിന്റെ ബാക്കിയുള്ളത്തിൽ ഒതുകൊടുക്കലിനെ വിശ്വാസം നിരോധിച്ചു. ഒരു ഹദീസ് കിട്ടിയതിന്റെ അർത്ഥം എന്താണ്? ഈ പെണ്ണുങ്ങളോട് ഇസ്ലാമിന് വിവേചനം ഉണ്ടെന്നാണ്. അതിന്റെ ബാക്കിയോടെ പറയണ്ടേ? ആണ് കുളിച്ചതിന്റെ ബാക്കിയുള്ളത്തിൽ പെണ്ണ് കുളിക്കലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചത്. അത് എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തത്, അത് പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ എന്താ അതുകൂടി പറയുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കാന്നാണ്. ഭാര്യ ഭർത്താവോട് എന്ത് ചെയ്യാം? ഒരുമിച്ച് കുളിക്കാനാണ് പറഞ്ഞത്. ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കുളിക്കുക. എന്നിട്ട് അതിന് കാരണം പറയുന്നത്, ഒന്ന്, അതാണ് വെള്ളം തികയാൻ നല്ലത്, അതാണ്. അല്ലെങ്കിൽ ഭർത്താവ് കുളിച്ച് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവില്ല ഈ ഭാര്യയ്ക്ക് കുളിക്കാൻ, പിന്നെ പ്രശ്നമാവും. അല്ലെങ്കിൽ ഭാര്യ വിളിച്ച് കഴിയുമ്പോൾ ഭർത്താവിന് കുളിക്കാൻ വെള്ളം കുറവായിരിക്കും, അവിടെയും പ്രശ്നമാവും. കുടുംബക്കലങ്ങൾ ഒഴിവാക്കാൻ നല്ലത് ഏതാണ്? രണ്ടുപേർക്കും വെള്ളം തികയും എന്ത് ചെയ്താൽ? ഒരുമിച്ച് കുളിച്ചാൽ. ഒരു കാരണം. രണ്ടാമത്തെ കാരണം, അത് ഹൃദയത്തിന് ഏറ്റവും നല്ലതാണ്. മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അയാൾ കുളിച്ചതിൻ്റെ ബാക്കി വെള്ളത്തിൽ ഞാൻ കുളിക്കുന്നുള്ള തോന്നൽ ഭാര്യയ്ക്കും ഇല്ല, അവള് കുളിച്ചതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കുളിക്കുന്നത് തോന്നൽ ആർക്കും ഇല്ല. ഈ ഭർത്താവിൻ്റെ ഈഗോ ഒഴിവായി കിട്ടും. ആ വാക്കാണ് കറക്റ്റ്, മനസ്സിലായില്ലേ? ഈഗോ ഒഴിവായി കിട്ടും. എത്ര ശാസ്ത്രീയമായിട്ടും മനസ്സിൻ്റെ അല്ലേ, നബിയുടെ വാക്കാലോചിച്ച് നോക്കി. ഇതിൻ്റെ അകത്തും ഈ എന്താ പറയുക, ഈച്ചയ്ക്ക് എവിടെ ചെന്നാലും ഈ വൃത്തികെട്ട സ്ഥലത്ത് ഇരിക്കണം എന്ന് പറഞ്ഞ പോലെ എക്സ് മുസ്ലിമിന് അങ്ങനത്തെ ഹദീസാ വേണ്ടത്. ഇതിൻ്റെ ആ ഒരു മനഃശാസ്ത്ര സമീപനം അവർ സ്വീകരിക്കുന്നില്ലല്ലോ. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹബന്ധം വളരാൻ അത് ഏറ്റവും നല്ലതുമാണ്. അവരുടെ സ്നേഹത്തെ ശക്തിപ്പൊന്ന് ആലോചിച്ച് നോക്കി. രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുന്നു, കുളിമുറിയിലും ഒരുമിച്ച്, കിടപ്പറയിലും ഒരുമിച്ച്, ഡൈനിങ് ടേബിളിലും ഒരുമിച്ച്, യാത്രയിലും ഒരുമിച്ച്. ഇവർ തമ്മിൽ വേറെ പിരിയുന്ന ഒരു രംഗമില്ല. പിന്നെ എവിടെയാണ് കുടുംബകലം ഉണ്ടാകുക? ആ ദമ്പതികളുടെ ദാമ്പത്യത്വം നല്ലതായിരിക്കും. അവിടെ പോലും കുളിമുറിയിൽ പോലും ആ ദാമ്പത്യം വിശ്വാസം പറയാൻ മറന്നുപോയില്ലല്ലോ. അതാണ് എൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഹദീസോടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളും ഹറാമില്ലാത്ത കാര്യങ്ങളുമാണ് നമ്മളൊന്ന് പഠിച്ചത്. വലിയ ശുദ്ധിക്കാരനുമുള്ള സഹവാസങ്ങൾ ഒരിക്കലും എന്തല്ല, തെറ്റല്ല. അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഖുർആൻ ഓതലും ഖുർആൻ തൊടലും നമസ്കരിക്കലും സുജൂദ് ചെയ്യലും തവാഫ് ചെയ്യലും പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദിക്ർ ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല. ഖുർആനിൽ പറഞ്ഞ ബിസ്മിലുള്ള ആയത്തുകൾ ദിക്ർ എന്ന ഉദ്ദേശത്തിൽ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.